ഇപ്പോൾ വോട്ട് നടക്കുന്നു. പറഞ്ഞു മഞ്ജുഷ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് രണ്ടാം റൗണ്ടിൽ നഗരസഭയുടെ ശക്തി മേഖലകളിൽ ബി.ജെ.പിയുടെ വോട്ട് ഉയർന്നില്ല. UDF വൻ പ്രതീക്ഷകളുമായി മുന്നോട്ട് വരുന്നു. 858 എന്നുള്ള ചെറിയ കണക്ക് അതുകൊണ്ടാണ്. അതെ, അവിടെ കാണാം UDF-ന്റെ ആഹ്ലാദ പ്രകടനം തുടങ്ങുകയാണ്. അതെ, പാലക്കാട് രസകരമായ തെരഞ്ഞെടുപ്പ് ചിത്രമാണ്. കണക്ക് പ്രകാരം ബി.ജെ.പി ലീഡ് ചെയ്യുന്നയിടത്ത് UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം തുടങ്ങുന്നു എന്നത് തന്നെയാണ് ആ മണ്ഡലത്തിന്റെ സ്വഭാവവും. ലീഡ് നില കുറഞ്ഞു. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ലീഡ് നില കുറഞ്ഞു. 858 എന്നുള്ളത് വലിയൊരു മാർജിൻ അല്ല, പ്രതീക്ഷിച്ച മാർജിനല്ല. അതുകൊണ്ട് ഇനി അവശേഷിക്കുന്ന ഇടങ്ങളിൽ UDF-ന്റെ കുതിച്ചുകയറ്റം ഉണ്ടാകുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. ആ 4-5 റൗണ്ടുകളിൽ കൂടുതൽ ശക്തമായ ഇടമുണ്ടാകും. അല്ല, ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒന്നാം റൗണ്ടിൽ ലീഡ് നേടിയത് BJP ആണ്. പക്ഷേ രണ്ടാം റൗണ്ടിൽ ലീഡ് UDF-നാണ്. അതുകൊണ്ടാണ് 1300 അല്ലായിരുന്നു, 1016 അല്ലായിരുന്നു ആദ്യ റൗണ്ടിൽ. അപ്പോൾ 258 വോട്ടിന്റെ ലീഡ് രണ്ടാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടി. മഞ്ജുഷ, ഈ കണക്ക് മുന്നോട്ട് പോയാൽ 7.5 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഒരു പക്ഷേ ബി.ജെ.പിക്ക് ലീഡ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അത് 858 എന്നുള്ള ചെറിയ ലീഡാണ്. അതായത് ഒന്നാം റൗണ്ടിൽ BJP-ക്കായിരുന്നു ലീഡ്, രണ്ടാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് നേടി. അങ്ങനെ BJP-യുടെ ലീഡ് 858 കുറഞ്ഞു. തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു. UDF പ്രവർത്തകരുടെ ആഹ്ലാദം. അതിന് കാരണമുണ്ട്. പാലക്കാട് നഗരസഭ പരിധി എന്ന് പറയുന്നത് BJP-യുടെ സ്ട്രോങ് ഹോൾഡാണ്. അവിടെ 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ വെറും 858 വോട്ടിന്റെ ലീഡ് BJP-ക്ക് കിട്ടിയുള്ളൂ. അതാണ് UDF പ്രവർത്തകരുടെ ആഹ്ലാദത്തിന് കാരണം. അങ്ങനെ വരുമ്പോൾ പഞ്ചായത്തുകളിലേക്ക് വോട്ടെണ്ണൽ പോകുമ്പോൾ അവിടെ എന്തായിരിക്കും സ്ഥിതിയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതാണ് UDF-ന്റെ ഈ ആഹ്ലാദത്തിന് കാരണം.